മ്യാൻമർ തീരത്ത് ബോട്ടുകൾ മുങ്ങി 500 പേർ മരിച്ചു. റോഹിംഗ്യൻ അഭയാർത്ഥികൾ കയറിയ 2 ബോട്ടുകളാണ് മുങ്ങിയത്. മരണസംഖ്യ ഉയർന്നേക്കാം എന്ന ആശങ്കയാണ് ഇപ്പോൾ വരുന്നത്. വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രാഥമിക വിവരങ്ങളാണ്. മ്യാൻമർ തീരത്ത് നിന്നാണ് ഇങ്ങനൊരു അപകടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിഷ്ണു പ്രസാദ് ഉണ്ട്. വിഷ്ണു, വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നതിൻ്റെ സൂചനകൾ വരികയാണല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് ഔദ്യോഗികമായി ഇപ്പോൾ വരുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? രതീഷ്, ഇത് ഇന്ന് സംഭവിച്ച അപകടമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ വക്താക്കളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ റോഹിംഗ്യൻ മുസ്ലിം വിഭാഗം ഇവർ നടത്തിയ കുടിയേറ്റ ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ 2 ബോട്ടുകൾ 2 സമയത്തായി മുങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞ ഈ ഒരു സമയത്താണ് ഈ മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും പുറപ്പെട്ട 2 ബോട്ടുകൾ ജൂൺ മാസം അവസാനത്തോടു കൂടിയും ജൂലൈ 2-ാം തീയതിയുമായി അപകടത്തിൽപ്പെട്ടത്. ആദ്യ ബോട്ടിൽ 250 പേരും രണ്ടാമത്തെ ബോട്ടിൽ 280 പേരുമാണ് ഉണ്ടായിരുന്നത്. ഇവർ ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടൽ വഴി മ്യാൻമറിൽ നിന്ന് തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. എന്നാൽ ഇത്തരത്തിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സാധാരണയായി ഇത്തരം പ്രതികൂല കാലാവസ്ഥയുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ അഭയാർത്ഥികളായിട്ടുള്ള ഈ ആളുകൾ ബോട്ട് യാത്ര തിരഞ്ഞെടുക്കാത്തതാണ്. പക്ഷേ ഇത്തവണ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തന്നെ വലിയ അപകടം സംഭവിക്കുകയും ബോട്ട് തലകീഴായി മറിയുകയും ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ അറിയിക്കുന്നത്. ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം 12 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് തന്നെ ഈ സ്ഥലപരിമിതിയും അതോടൊപ്പം തന്നെ മ്യാൻമറിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങളുമാണ് ഇവരെ ഇത്തരത്തിലൊരു മോശം കാലാവസ്ഥയിലും നാടുവിടാൻ പ്രേരിപ്പിച്ചത് എന്നാണ് UNHCR-ഉം അതോടൊപ്പം തന്നെ IOM എന്ന് പറയുന്ന ഈ 2 സംഘടനകളും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ വാർത്താക്കുറിപ്പാണ്. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇവർ കടക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം 6500 പേരാണ് ഈ മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യക്കാർ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇതിൽ 900 പേർ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷം മാത്രം ഈ നടന്ന അപകടം ഒഴികെ 300 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ 500 പേരുടെ മരണം ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകളാണ്. മ്യാൻമർ ഇപ്പോഴും ഈ ആരോപണം നിഷേധിക്കുകയാണ്. ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ കണക്കുകൾ പുറത്തുവിടാനോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനോ ഇതുവരെ മ്യാൻമർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ എന്തായാലും പറയുന്നത്. എന്തായാലും UN ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.